2022 ലാസ്റ്റ് മാസങ്ങളിലാണ് സംഭവം. ഈ സ്റ്റണ്ടിങ് ലൈഫിലെ ഫസ്റ്റ് ചാമ്പ്യൻഷിപ്പിന് പോവാണ്. അന്നത്തെ എൻ്റെ വണ്ടി എന്ന് പറഞ്ഞാൽ കുരുവി പടല്ലോ വിജയിൻ്റെ ആദ്യത്തെ സെയിം വണ്ടിൻ്റെ പോലത്തെ വണ്ടി. സ്റ്റാർട്ടാവില്ല, ഉന്തിയിട്ട് ഒറ്റ ചാട്ടം, അങ്ങനെയാണ് സ്റ്റാർട്ടാക്കല്. അന്ന് ഞാൻ അങ്ങനെ ഫസ്റ്റ് സ്റ്റാർട്ടാക്കിയപ്പോൾ അവിടെ ഗാലറി ഇരിക്കണ എല്ലാവരും ചിരിച്ചു. അപ്പോൾ തന്നെ എൻ്റെ കോൺഫിഡൻസ് പോയില്ലേ. വണ്ടി വൃത്തി എന്ന് പറഞ്ഞാൽ തീരെയല്ല. പിന്നെ എൻ്റെ അന്നത്തെ ഇന്നത്തെ എപ്പോഴും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സംഭവം എന്താ വെച്ചാൽ ഫിനാൻഷ്യലി ഡള്ളാണ്. അന്നും ഇന്ന് ഇപ്പൊ ഫ്യൂച്ചറിൽ റെഡി ആവട്ടെ. അന്ന് നമ്മള് പ്രാക്ടീസ് ചെയ്യണ വണ്ടി തന്നെ ഇതും ഒക്കെപ്പാടെ വണ്ടി വൃത്തിയില്ല, കേട്. അത് എടുത്ത് പറയേണ്ട ഒരു സംഭവമുണ്ട്. ഒരു തമിഴ്നാട്ടിൽ എൻ്റെ ഫ്രണ്ട് കോയമ്പത്തൂരുള്ള എന്നെ നല്ല രീതിയിൽ ഹോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളുണ്ട്. ഓനൊക്കെ ഇതിന്റെ ഇരട്ടി ഫലം അങ്ങോട്ട് കൊടുക്കണമെന്നുണ്ട്. പക്ഷെ നമുക്ക് ഇനി നേരെ നിൽക്കാൻ വെച്ചേ. അങ്ങനെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് നല്ല വൃത്തിയുള്ള വണ്ടിയും അടിപൊളി സ്റ്റൈലായ വണ്ടിയും ഒക്കെ ഉണ്ടായിട്ടും ഒന്നും കിട്ടാതെ പോയാലുണ്ട്. 2-3 ട്രൈ. ഒരു ഡൂക്കിൽ, ഒരു ചെന്നൈത്തെ ഒരാളാണ് ഡൂക്കിൽ വന്നിട്ട് ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അതിൽ 3 ട്രയലും ആദ്യത്തേൽ ഓൻ രജിസ്റ്റർ ചെയ്ത് അതിൽ പൊട്ടി, രണ്ടാമത്തേൽ അതിലും പൊട്ടി, മൂന്നാമത്തെ ചെയ്ത് അതിലും പൊട്ടി. അങ്ങനെ ഫുള്ള് സെറ്റപ്പിൽ വന്ന ആളാണ്. അങ്ങനെ അന്ന് മൂപ്പരുത്ത് അങ്ങനെ പോയി. അതൊക്കെ കണ്ടപ്പോഴാണ് ഇപ്പം എല്ലാവർക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെന്ന് മനസ്സിലാവണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൈവിടാതൊക്കെ പ്രതീക്ഷകൾ. ഇന്നോ നാളെ അല്ലെങ്കിൽ മറ്റന്നാളോ അല്ലെങ്കിൽ അടുത്ത കൊല്ലം അതിൻ്റെ പിറ്റത്തെ കൊല്ലമായിട്ട് സംഗതി വരും. ഓക്കെ, അപ്പോൾ അന്നത്തെ ഒന്നും മറക്കാൻ പറ്റില്ല. കാരണം നമ്മളെ വണ്ടിയോ വൃത്തിയില്ല. അന്നത്തെ ഓരോ ചിറി നമ്മളിവിടെ ഇങ്ങനെ എപ്പോഴും കേൾക്കുന്നുണ്ട്. അവർ കളിയാക്കലല്ല. അന്ന് പിന്നെ സത്യം പറഞ്ഞാൽ നല്ല അന്ന് പിന്നാണ്ട് പോകണം. ഫസ്റ്റ് നമ്മൾ ചാമ്പ്യൻഷിപ്പ് അല്ലേ. അങ്ങനെ അന്ന് പോയി ഒരു ലാസ്റ്റ് പിന്നെ എന്തോ ഒരു ഇതിൽ സെക്കൻഡായിട്ട് കിട്ടിയാണ്. എനിക്കും വേറൊരു ചെന്നൈത്തെ ഒരാൾക്കും ഇനി ഫസ്റ്റും സെക്കൻഡും അങ്ങനെ മറ്റേ എന്താ ഇനി പേര് ചലഞ്ചിൽ. പിന്നെ അന്നൊരു ഫാമിലി ആയിട്ട് വരുമ്പോൾ ഓൾ ഇന്ത്യ ആൾക്കാരവിടെ ഫാമിലി ആയിട്ട് വരുമ്പോൾ നല്ല ഒരു ബോണ്ട് വരും. അങ്ങനെയൊക്കെ ഇതുള്ളതുകൊണ്ട് പിന്നെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പോന്നു. കഴിഞ്ഞ കൊല്ലം പോയിനി. അത് പിന്നെ വേറെ കഥ. അതിനെ വേറെ പറഞ്ഞതിൻ്റെ കഥ വേണ്ടിയാലും നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ഇടാം. ഓക്കെ.